ഹലോ, രാവിലെ തന്നെ ക്ലാസ്സിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കാണ്. വൈഷു ഷോക്സൊക്കെ ഇട്ടിരുന്നുണ്ട്. പിന്നെ ഇത് നല്ല മഴ വരാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ അവിടെ എത്തണം, ക്ലാസ്സിൻ്റെ അടുത്ത് എത്തണം. അങ്ങനെ ഇതാ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നേരത്തെയാണ് എത്തിയത്. മറ്റുള്ള ബാച്ചിനൊന്നും കഴിയാത്തത് കൊണ്ട് ഞാനിതാ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നു. അവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇനി ഒരു അരമണിക്കൂർ കൂടി ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. പിന്നെ ഇത് ഞാൻ 11:30 ആയപ്പോൾ ക്ലാസ് കയറിയിട്ടുണ്ട്. ഇവനാണ് അഞ്ചാൻ. ഇവൻ്റെ മോഡലായിട്ടാണ് ഞാൻ ഇന്നിരിക്കുന്നത്. ഇവൻ ഇന്ന് പ്രാക്ടിക്കലാണ്. അപ്പോൾ ഇവൻ്റെ മോഡലായിട്ടാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പം അവനാണെങ്കിൽ ഒരു സാധനവും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ഓരോരാളോടും വാങ്ങിയിട്ട് കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മളെ ക്ലാസ് റൂം വന്നിട്ടുള്ളത്. നമ്മൾ 10 പേരായിരുന്നു ആദ്യം ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത് ബാച്ച് തുടങ്ങുന്ന സമയത്ത്. പിന്നെ അതിൽ നിന്ന് 5 പേരെ മാറ്റി അവരെ വേറെ ബാച്ചിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ 5 പേര് മാത്രമേ ഉള്ളൂ. സാർ അവിടുന്ന് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു വേറെ ചേച്ചിക്ക്. പിന്നെ ഇതേ മേക്കപ്പിൻ്റെ ഫസ്റ്റ് ഘട്ടം തുടങ്ങിയിട്ടുണ്ട്. അവനാണെങ്കിൽ ആഫ്റ്ററും ബിഫോറൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ക്ലൻസിങ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഖത്ത് നല്ല പഴുപ്പുണ്ട്, മുഖക്കുരു വന്നാൽ നല്ല പഴുപ്പുണ്ട്, അതൊന്നും കുത്തിപ്പൊട്ടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാക്കിനോട് 100% നീതി പുലർത്തിക്കൊണ്ട് അവനിത് എല്ലാ കുരുക്കളും പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഉത്തരവാദിത്തമുള്ള കുട്ടി. അങ്ങനെ ഇതേ ക്ലൻസിങ് ഒക്കെ കഴിഞ്ഞ് അടുത്ത ഘട്ടം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇത് അവൻ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി അടുത്തത് എൻ്റെ മുഖത്ത് പരീക്ഷണ വസ്തുവായി മാറ്റാൻ പോവുകയാണ്. അങ്ങനെ അവൻ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവനൊരു കോമഡി പീസ് ആയതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അവനെ ആക്കി ഓരോന്നും പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൻ ഇങ്ങനെ ഓരോന്നും പറയും, ഇങ്ങനെ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ ഓരോ കാര്യങ്ങളും പറയും. അങ്ങനെ നമ്മളിങ്ങനെ ഇരുന്ന് ചിരിക്കും. പിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല, മുഖം എന്താവും എങ്ങനെയാവും എന്നൊന്നും ഒരു വിശ്വാസവും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ മുഖക്കുരു പൊട്ടിക്കരുത്. അവനാണെങ്കിൽ അതൊക്കെ പൊട്ടിച്ചു തരാമെന്നുള്ള ഭാവത്തിലായിരുന്നു. പിന്നെ അവൻ മേക്കപ്പ് ചെയ്ത് ഡൗട്ട് അപ്പുറം ഇപ്പുറമൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആ ചേച്ചിക്ക് ഒരു തരത്തിലും സമാധാനം കൊടുത്തില്ല. ചേച്ചിയെ എന്ന് വിളിച്ച് ഒരേ ഡൗട്ടായിരുന്നു. അങ്ങനെ പക്ഷെ ചെയ്യുന്നതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയിൽ ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കണ്ണിനും മൂക്കിനൊക്കെ ഓരോരോ കുത്ത് കിട്ടുന്നുണ്ട് എന്ന് മാത്രം. പക്ഷെ നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫോണിൽ ചാർജ് തീരാറായപ്പോൾ ഇതിൻ്റെ ഫൈനലായിട്ടുള്ള വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ. അപ്പം അവൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് റൂമിലെ ലാസ്റ്റ് വീഡിയോ ആണ്. പിന്നെ ആരുടെ ഫോണിലും ചാർജ് ഇല്ലാത്തതുകൊണ്ടും പിന്നീടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റില്ല. ഇടയ്ക്ക് ഫൈനൽ ലുക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഫോൺ ഓഫായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഞാനും വൈഷയും കൂടി ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിക്കാൻ കയറി. ഒരു ചിക്കൻ ബോളാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചിക്കൻ ബോളും കഴിച്ച് നേരെ വീട്ടിലേക്ക്